കഴിഞ്ഞ ദിവസം ഞാൻ മൂന്നാറിലൂടെ യാത്ര ചെയ്യായിരുന്നു. മനോഹരമായ തേയിലത്തോട്ടങ്ങൾക്കിടയിൽ പ്ലാസ്റ്റിക് കുപ്പികൾ കുന്നുകൂടി കിടക്കുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ വല്ലാത്ത വിഷമം തോന്നി. ആ കാഴ്ചയാണ് എന്നെ കൊണ്ട് ഈ വീഡിയോ ചെയ്യിപ്പിക്കുന്നത്. ഒരു കാര്യം നോക്കിയാൽ നമ്മളെല്ലാവരും ഈ മോശ ഹാബിറ്റ് കൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു വർഷം 37 ലക്ഷം ടൺ, അതെ അത്രയും മാലിന്യമാണ് നമ്മൾ മലയാളികൾ ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കി കൂട്ടുന്നത്. ഞെട്ടിപ്പിക്കുന്ന കണക്കല്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ദിവസവും പുറന്തള്ളുന്ന ഈ മാലിന്യമൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്ന്? ദിവസവും കുന്നുകൂടുന്ന ഈ വേസ്റ്റ് നമ്മുടെ നാടിനെ എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്ന്? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് മാലിന്യ സംസ്കരണം. ഒപ്പം ഇതിനൊരു പരിഹാരമാകാൻ പോകുന്ന സീറോ വേസ്റ്റ് ടൂറിസം എന്ന മികച്ച ആശയത്തെക്കുറിച്ചും. കേരളത്തിൽ ഒരു വർഷം ഉണ്ടാകുന്ന ഏകദേശം 37 ലക്ഷം ടൺ ഖരമാലിന്യമാണ്. ഇതിൽ 77% നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ബാക്കിയും മറ്റ് അടുക്കള മാലിന്യമാണ്, അതായത് ജൈവ മാലിന്യം. ബാക്കിയുള്ള 18% നമ്മളെ ശരിക്കും കുഴപ്പിക്കുന്ന പ്ലാസ്റ്റിക്കും പേപ്പറും ചില്ലുമൊക്കെ. പണ്ടൊക്കെ നമ്മൾ കേട്ടിരുന്നത് വെളപ്പൻശാല, ബ്രഹ്മപുരം, ഞെളിയൻ പറമ്പ് പോലുള്ള വലിയ മാലിന്യ പ്ലാന്റുകളെ കുറിച്ചാണ്. ഒരു നഗരത്തിലെ മുഴുവൻ മാലിന്യവും ഒരിടത്ത് കൊണ്ടുപോയി തട്ടുന്ന രീതി. പക്ഷേ അത് പല കാരണങ്ങൾ കൊണ്ടും പരാജയപ്പെട്ടു. അടുത്തിടെ കോഴിക്കോട് ഫ്രഷ് കട്ട് എന്ന മാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട പ്രതിഷേധവും തീവയ്പുമെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അതിൽ നിന്നാണ് ഉറവിടത്തിൽ തന്നെ മാലിന്യം സംസ്കരിക്കുക എന്ന പുതിയ ആശയത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അതായത് നമ്മുടെ വീട്ടിലെയും സ്ഥാപനത്തിലെയും വേസ്റ്റ് നമ്മുടെ തന്നെ ഉത്തരവാദിത്തം. അതിന് നമ്മളെ സഹായിക്കാനാണ് തദ്ദേശ സ്ഥാപനങ്ങളും ഹരിതകർമ്മസേനയും ഇന്നുള്ളത്. ജൈവമാലിന്യം വീട്ടിൽ തന്നെ കമ്പോസ്റ്റാക്കാനും പ്ലാസ്റ്റിക് പോലുള്ളവ തരംതിരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാനും ഇന്ന് സംവിധാനങ്ങളുണ്ട്. ക്ലീൻ കേരള കമ്പനി പോലുള്ള സർക്കാർ സ്ഥാപനങ്ങൾ ഈ പ്ലാസ്റ്റിക് ശേഖരിച്ച് റീസൈക്കിൾ ചെയ്യാനായി അയക്കുന്നുണ്ട്. ഈ വർഷം മാത്രം 60,000 ടൺ അജൈവ മാലിന്യമാണ് അവർ കൈകാര്യം ചെയ്തത്.